എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ ഒരു LDC മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം. കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനും അതുപോലെ തന്നെ തൊഴിൽ വാർത്തയും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിലെയും PSC ബുള്ളറ്റിലെയും മറ്റ് ടോപ്പിക്കുകളും അതുപോലെ തന്നെ നമ്മുടെ SCRTയും ബാക്കിയുള്ള ടോപ്പിക്സും നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ PSC ബുള്ളറ്റിന് തൊഴിൽ വാർത്തയാണ് കൂടുതലായിട്ടും വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ ക്ലാസ്സസ് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ US-ൻ്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നത്? അപ്പം US-ൻ്റെതാണ് നാറ്റോയിൽ എത്രാമത്തെ അംഗമാണ് സ്വീഡൻ? 32ാമത് അംഗമാണ് സ്വീഡൻ. കഴിഞ്ഞ വർഷം 31ാമത് അംഗമായത് ആരാണ്? ഫിൻലാൻഡാണ്. 2023 ഏപ്രിലിൽ ഫിൻലാൻഡ് അംഗത്വം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2022 മെയ്യിലാണ് നിഷ്പക്ഷ സൈനിക നയം ഉപേക്ഷിച്ച് സ്വീഡനും ഫിൻലാൻഡും നാറ്റോ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2022 നിഷ്പക്ഷ സൈനിക നയം ഉപേക്ഷിച്ച് സ്വീഡനും ഫിൻലാൻഡും നാറ്റോയിൽ അപേക്ഷ നൽകിയത്. അങ്ങനെ ഇപ്പോൾ 32ാമത്തെ രാജ്യമായിട്ട് നാറ്റോയിൽ സ്വീഡനും 31ാമത്തെ രാജ്യമായിട്ട് ഫിൻലാൻഡുമാണ് ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി ഹൂഗ്ലി നദിയിലൂടെയാണ് തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രധാന നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത്. രാജ്യത്തെ ഒരു പ്രധാന നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാതയാണെന്ത്? കൊൽക്കത്ത മെട്രോ, കൊൽക്കത്ത അണ്ടർ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ഇനി ഹൗറ മൈതാൻ മെട്രോ മുതൽ എസ്പ്ലനേഡ് വരെ നീളുന്നതാണ് അണ്ടർ വാട്ടർ മെട്രോ പാത. ഇവിടെ മുതൽ ഹൗറ മുതൽ എസ്പ്ലനേഡ് വരെ ഉണ്ട്. പാതയുടെ ദൈർഘ്യം 16.5 കിലോമീറ്ററാണ്. പാതയുടെ 10.8 കിലോമീറ്റർ ജലത്തിനടിയിലും 5.75 കിലോമീറ്റർ പ്രത്യേക പാലം ഉപയോഗിച്ച് ഉയർത്തിയ നിലയിലുമാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരവും ഏതാണ്? കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിലൊരു നഗരവും കൊൽക്കത്തയാണ്. അപ്പം ആദ്യത്തെ മെട്രോ ആരംഭിച്ചത് എവിടെ തന്നെയാണ്? കൊൽക്കത്തയിലാണ്. ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെ തന്നെയാണ്? കൊൽക്കത്തയിലാണ്. ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. രാജ്യത്തെ ഒരു പ്രധാന നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാതയാണ് ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്, അണ്ടർ വാട്ടർ മെട്രോ. ഓക്കെ. അപ്പോൾ 2014 ഏപ്രിൽ 17 അന്തരിച്ച ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ അവസാന നോവലാണ് ഏത്? അണ്ടിൽ ഓഗസ്റ്റ്. അത് 2024 മാർച്ച് 6 അദ്ദേഹത്തിൻ്റെ 97ാം പിറന്നാളിനാണ് പ്രസിദ്ധീകരിച്ചത്. അതായത് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എന്ത് ചെയ്തിട്ടുണ്ട്? അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോൾ അന്തരിച്ചതാണ്? 2014. അതായത് ഒരു 10 വർഷമായി ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് അന്തരിച്ചിട്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ 97ാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകമായ അണ്ടിൽ ഓഗസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ അണ്ടിൽ ഓഗസ്റ്റ് ആരുടെ പുസ്തകമാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെതാണ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പാനിഷ് ഭാഷയിലാണ് ഈ ഒരു നോവൽ രചിച്ചിരിക്കുന്നത്. അപ്പോൾ അണ്ടിൽ ഓഗസ്റ്റ് രചിച്ചത് ഏത് ഭാഷയിലാണ്? സ്പാനിഷ് ഭാഷയിലാണ്. സാഹിത്യ നൊബേൽ സമ്മാനം നേടിയ ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അപ്പോൾ ഈ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിന് സാഹിത്യ നൊബേൽ നേടിക്കൊടുത്ത കൃതിയാണ് എന്ത്? ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ഏത് വർഷത്തെ സാഹിത്യ നൊബേലാണ് കിട്ടിയത്? 1982 സാഹിത്യ നൊബേൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതിക്ക് കിട്ടിയ വ്യക്തിയാണ് ആര്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. ഓക്കെ. ഏകാന്തതയുടെ 100 വർഷങ്ങൾ ആരുടെയാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെയാണ്. കോളറ കാലത്തെ പ്രണയം അദ്ദേഹത്തിൻ്റെയാണ്. കുലപതിയുടെ ശരത്കാലം തുടങ്ങിയവ ആരുടെയാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ രചനകളാണ്. അപ്പം അണ്ടിൽ ഓഗസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്. 1982 സാഹിത്യ നൊബേൽ കിട്ടിയിട്ടുണ്ട്. ഏത് പുസ്തകം? ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അതുപോലെ തന്നെ കോളറ കാലത്തെ പ്രണയവും കുലപതിയുടെ ശരത്കാലവും ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. 2024 വനിതാ ദിനത്തിൻ്റെ പ്രമേയമാണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇനി നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർടെമിസ്. നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർടെമിസ്. അതിൽ പങ്കാളികളാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ 10 സഞ്ചാരികളുടെ പട്ടികയിൽ കേരളത്തിൽ കുടുംബപേരുള്ള ഒരു വ്യക്തിയും കൂടിയുണ്ട്. അതായത് ആർടെമിസ് എന്ന് പറഞ്ഞാൽ ആരുടെ ചാന്ദ്ര ദൗത്യമാണ് ആർടെമിസ് എന്ന് ചോദിച്ചാൽ നാസയുടെ ചാന്ദ്ര ദൗത്യമാണ് ആർടെമിസ്. അതിൽ പരിശീലനം പൂർത്തിയാക്കിയ 10 പേരിൽ ഒരാൾ മലയാളി വംശജനായിട്ടുള്ളൊരു വ്യക്തിയും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ അനിൽ മേനോൻ. ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. അപ്പം ആർടെമിസ് ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണെന്ന് ചോദിച്ചാൽ അത് നാസയുടേതാണ്. ആ 10 പരിശീലനം നേടുന്ന ഒരു മലയാളി വംശജനുണ്ട്. അയാളുടെ പേരാണ് അനിൽ മേനോൻ.
മലബാറിൽ നിന്ന് യു എസിലേക്ക് കുടിയേറിയ ശങ്കരൻ മേനോൻ്റെ മകനാണ് യു എസ് വ്യോമസേനയിൽ ഡോക്ടർ കൂടിയാണ് അനിൽ മേനോൻ. യുക്രൈൻ വംശജയാണ് മാതാവ്. ഒന്നും വേണ്ട, അനിൽ മേനോനാണ് അതിലുള്ള ഒരു മലയാളി അല്ലെങ്കിൽ മലയാളി വംശജൻ. ഈ ആർട്ടമിസ് എന്ന് പറയുന്നത് ചാന്ദ്രദൗത്യമാണ്. ആരുടെയാണ്? നാസേൻ്റെയാണ്. അത്രയും മതി. ഇനി 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആര്? അമിതാഭ് ഘോഷ്. ഓക്കെ, ഇറാസ്മസ് 2024 ഇറാസ്മസ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത് അമിതാഭ് ഘോഷിനാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. 1956 കൊൽക്കത്തയിൽ ജനിച്ച അമിതാഭ് ഘോഷ് ഓക്സ്ഫോർഡിൽ നിന്ന് സാമൂഹ്യ നരവംശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സാഹിത്യ ലോകത്തെത്തിയത്. അപ്പോൾ എന്താണ് അദ്ദേഹം പഠിച്ചത്? ഓക്സ്ഫോർഡിലെ നരവംശാസ്ത്ര പഠനമാണ്. അദ്ദേഹം എവിടെ ജനിച്ചു? കൊൽക്കത്തയിലാണ് അമിതാഭ് ഘോഷ് ജനിച്ചത്. 1956 ദി നട്ട്മെഗ്സ് കഴ്സ്, ദി ഹംഗറി ടൈഡ്, റിവർ ഓഫ് സ്മോക്ക്, ദ ഷാഡോ ലൈൻസ് തുടങ്ങിയവ അമിതാഭ് ഘോഷിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ അമിതാഭ് ഘോഷിന് എന്താ കിട്ടിയത്? ഇറാസ്മസ് 2024 കിട്ടിയ ആളാണ്. ദ റിവർ ഓഫ് സ്മോക്ക്, ഷാഡോ ലൈൻ ആരുടെ? അമിതാഭ് ഘോഷിൻ്റെയാണ്. റിവർ ഓഫ് സ്മോക്ക്, ഷാഡോ ലൈൻ, ദി നട്ട്മെഗ്സ് കഴ്സ്, ദ ഹംഗറി ടൈഡ്. ദ റിവർ ഓഫ് സ്മോക്ക്, ഹംഗറി ടൈഡ്, ഷാഡോ ലൈൻസ്, നട്ട്മെഗ് കഴ്സ് ഒക്കെ ആരുടെയാണ്? അമിതാഭ് ഘോഷിൻ്റെയാണ്. ഓക്കെ, 2018 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠം കിട്ടിയത് എപ്പോഴാണ്? 2018 ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നെതർലൻഡ് രാജാവ് രക്ഷാധികാരിയായ ഇറാസ്മിയാനം ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത്. 1.5 ലക്ഷം യൂറോ അഥവാ 1.35 കോടി രൂപയാണ് പുരസ്കാര തുക. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന ഡച്ച് മാനവികതാവാദിയും സാമൂഹ്യ വിമർശകനുമായ ഡെസിഡിറിയസ് ഇറാസ്മസിൻ്റെ പേരിലുള്ളതാണ് പുരസ്കാരം. ബോഷത്തത്വത്തിൻ്റെ സുസ്തി അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ? ഇറാസ്മസ് 2024 അമിതാഭ് ഘോഷിനാണ്. അമിതാഭ് ഘോഷ് കൊൽക്കത്ത സ്വദേശിയാണ്. അതുപോലെ തന്നെ അമിതാഭ് ഘോഷിൻ്റെ പുസ്തകങ്ങളാണ് ഹംഗറി ടൈഡ്സ്, അതുപോലെ തന്നെ റിവർ ഓഫ് സ്മോക്ക്, ഷാഡോ ലൈൻസ്, ദ നട്ട്മെഗ് കഴ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്. ഏത് വർഷമാണ് അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠം കിട്ടിയതെന്ന് വെച്ചാൽ 2018 ഈ ഇറാസ്മസ് പുരസ്കാരം നൽകുന്നത് ഇറാസ്മിയാനം ഫൗണ്ടേഷനാണ്. പുരസ്കാര തുക 1.5 ലക്ഷം യൂറോ ആണ്. ഓക്കെ, ആരുടെ പേരിലാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡച്ച് മാനവികതാവാദിയായ ഡെസിഡിറിയസ് ഇറാസ്മസിൻ്റെ പേരിലാണ്. ഓക്കെ, ദി പ്രൈസ് ഓഫ് വോളി ആരുടെ? ഇറാസ്മസിൻ്റെ പുസ്തകമാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ മലയാളമാണ് ബോഷത്വത്തിൻ്റെ സ്തുതി അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് വോളി ഇറാസ്മസിൻ്റെയാണ്. ഏത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയാണ് 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അടുത്തിടെ അവസാനിപ്പിച്ചത്? തെരേസ മെയ് ആണ് 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അടുത്തിടെ അവസാനിപ്പിച്ചത്. 2016-19 കാലത്ത് ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് തെരേസ മെയ്. ബ്രെക്സിറ്റ് നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികളുടെ പേരിൽ കൺസർവേറ്റീവ് എം പിമാരുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ രാജിവെച്ചു. 7 തവണ MP ആയിരുന്നു. അപ്പോൾ തെരേസ മെയ് എന്ന് പറയുന്നത് എന്താ? 27 വർഷമായിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. 27 വർഷമല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച വ്യക്തിയാണ് തെരേസ മെയ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടികജാതി വിജയ് സമ്പ്ലെ ആയിരുന്നു. മാറി. ഇപ്പോൾ ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കിഷോർ മക്വാന. ജപ്പാനിലെ ജനപ്രിയ ആനിമേഷൻ കോമിക് പരമ്പരയായ ഡ്രാഗൺ ബോളിൻ്റെ സൃഷ്ടാവ് അന്തരിച്ചു. ആരാ? അകിര ടൊറിയാമ. ജപ്പാനിലെ ജനപ്രിയ ആനിമേഷൻ കോമിക് പരമ്പരയാണ് ഡ്രാഗൺ ബോളിയിലെ സൃഷ്ടാവാണ് അകിര ടൊറിയാമ. അന്തരിച്ചു. ഡ്രാഗൺ ബോളിൻ്റെ സൃഷ്ടാവായ അകിര ടൊറിയാമ അന്തരിച്ചു. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിൽ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് 6 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? തൃപ്പൂണിത്തറയാണ്. അപ്പോൾ കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? തൃപ്പൂണിത്തറ. മാർച്ച് 6 ഉദ്ഘാടനം ചെയ്തത്. തൃപ്പൂണിത്തറയാണ് അവസാന സ്റ്റേഷൻ. ഇതോടെ ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ 25 സ്റ്റേഷനുകളായി 28.125 കിലോമീറ്റർ ആദ്യഘട്ടത്തിൽ പൂർത്തിയായി. അപ്പോൾ 28 കിലോമീറ്റർ കൊച്ചി മെട്രോൻ്റെ ഫസ്റ്റ് 1ാം ഘട്ടത്തിൽ നീളമുണ്ട്. എത്ര സ്റ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ 25 സ്റ്റേഷനുണ്ട്. ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ എത്ര സ്റ്റേഷനുണ്ട്? 25 സ്റ്റേഷനുണ്ട്. 1ാം ഘട്ട നിർമ്മാണ ചെലവ് 7,377 കോടി രൂപയാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാര ജേതാക്കൾ. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെതാണ് വനിതാ രത്ന പുരസ്കാരം.
ആർക്ക് കിട്ടി? കായികം ട്രീസ ജോളിക്കാണ്. കായികം ആർക്കാണ്? ട്രീസ ജോളി. അതുപോലെ സാമൂഹ്യ സേവനത്തിന് വിജി പെൺകൂട്ട്. സാമൂഹ്യ സേവനത്തിന് വിജി പെൺകൂട്ട്. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതികത്തിന് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ് കിട്ടിയത്. അപ്പം വനിതാരത്ന പുരസ്കാരം കിട്ടിയ കായിക താരമാണ് ട്രീസ ജോളി. സാമൂഹ്യ സേവനത്തിന് വിജി പെൺകൂട്ട്. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതികത്തിന് അന്നപൂർണി സുബ്രഹ്മണ്യം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ ജിലിമോൾ മാരിയറ്റ് തോമസ് പുരസ്കാരം നേടി. അതായത് പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ ജിലിമോൾ മാരിയറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? പുരസ്കാരം നേടിയിട്ടുണ്ട്. വനിതാരത്ന. ജന്മന ഇരു കൈകളും ഇല്ലാതിരുന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിത കൂടിയാണ് ആര്? ജിലിമോൾ. ഡ്രൈവിംഗ് ലൈസൻസ് ഇരു കൈകളും ഇല്ലാണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ ഏഷ്യയിലെ വനിതയാണ് ജിലിമോൾ. അപ്പോൾ ആർക്കൊക്കെ വനിതാരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? ഒന്ന് ട്രീസ ജോളി കായിക താരം, പിന്നെ അന്നപൂർണി സുബ്രഹ്മണ്യം ശാസ്ത്രം വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമൂഹ്യ സേവനത്തിന് വിജി പെൺകൂട്ട്, പിന്നെ എന്ത് കിട്ടിയിട്ടുണ്ട്? അതിജീവനത്തിൻ്റെ കേസിൽ നമ്മൾ ജിലുമോളിനും കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ട വരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ട വരി തുരങ്കപാതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട വരി തുരങ്കപാതയാണിത് സെലാ ടണൽ എന്ന് പറയുന്നത്. ആ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് തുരങ്കങ്ങളാണ് പാതയിലുള്ളത്. 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണലും അടിയന്തര ഘട്ടങ്ങളിൽ പുറത്ത് കടക്കാനുള്ള രക്ഷാക്കുഴലുകളും ഉൾപ്പെടുന്ന 1595 മീറ്റർ നീളമുള്ള മറ്റൊരു ടണലുമാണ് ഉള്ളത്. 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണലും ഉണ്ട്. അടിയന്തര ഘട്ടത്തിൽ പുറത്ത് കടക്കാനുള്ള രക്ഷാക്കുഴൽ ഉൾപ്പെടുന്ന 1595 മീറ്റർ നീളമുള്ള മറ്റൊരു ടണലും. ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് NATM ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് 825 കോടി രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഇരട്ട ടണൽ തുരങ്കപാത എവിടെയാണുള്ളത്? സെലാ ടണലാണ്. അരുണാചൽ പ്രദേശിലാണുള്ളത്. ഇരട്ട തുരങ്കപാത എവിടെയാണ്? സെലാ ടണൽ. അത് ഏത് മെത്തേഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ആസിഫ് അലി സർദാരി? 14ാമത്തെ പ്രസിഡൻ്റാണ് ആസിഫ് അലി. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14ാമത്തെ പ്രസിഡൻ്റാണ് ആര്? ആസിഫ് അലി സർദാരി. 2008-2013 വരെ പാക് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു. 2008-13 5 വർഷം പാക് പ്രസിഡന്റ് ആയിരുന്നു ആസിഫ് അലി സർദാരി. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയായ PMLNൻ്റെയും PPPയുടെയും നേതൃത്വത്തിലാണ് സഖ്യ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് ജയിച്ചത്. 2007 ഡിസംബർ 27 കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ ഭാര്യയാണ്. അപ്പോൾ ബേനസീർ ഭൂട്ടോ ആരാണ്? ആസിഫ് അലി സർദാരിയുടെ ഭാര്യയാണ് ബേനസീർ ഭൂട്ടോ. 14ാമത്തെ പാകിസ്ഥാൻ പ്രസിഡൻ്റാണ്. 14ാമത് പാക് പ്രസിഡൻ്റാണ് ആര്? ആസിഫ് അലി സർദാരി. 2024 71ാം ലോകസുന്ദരി പട്ടം നേടിയതാരാ? ക്രിസ്ത്യാന പിസ്കോവ. അപ്പം 2024 71ാം ലോകസുന്ദരി പട്ടം വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു അല്ലേ? ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് മത്സരിച്ചത് സിനി ഷെട്ടിയാണ്. ഫൈനൽ റൗണ്ടിൽ ഇടം നേടിയിട്ടില്ല. മുംബൈയിലായിരുന്നു മത്സരവേദി. അപ്പോൾ 71ാം ലോകസുന്ദരി പട്ടത്തിൻ്റെ വേദി മുംബൈ ആയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സിനി ഷെട്ടിയാണ്. നേടിയതാരാണ്? ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്ത്യാന പിസ്കോവ. ആരാ? ക്രിസ്ത്യാന പിസ്കോവയാണ് 71ാം ലോകസുന്ദരി പട്ടം ചെക്ക് റിപ്പബ്ലിക്ക്. ലെബനിൽ നിന്നുള്ള യാസ്മിന സെയ്റ്റു ആണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നത്. അതൊന്നും വേണ്ട. നമ്മുടെ ലോകസുന്ദരി പട്ടം ആർക്ക് കിട്ടിയത്? ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്ക്. ഇന്ത്യയിൽ നിന്ന് ആരായിരുന്നു? സിനി ഷെട്ടി ആയിരുന്നു. എവിടെയായിരുന്നു വേദി? 71ാമത് ലോകസുന്ദരി പട്ടത്തിൻ്റെ മുംബൈയിലായിരുന്നു. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് ഉജ്ജയിനി മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം. വേദിക് ക്ലോക്ക് എവിടെയാണ് വന്നത്? ഉജ്ജയിനി മധ്യപ്രദേശ്. ആദ്യ വേദഘടികാരം ഉജ്ജയിനി മധ്യപ്രദേശ്. ഉജ്ജയിനിയിലെ ജന്തർ മന്ദറിലെ 85 അടി ഉയരമുള്ള ടവറിലാണ് വിക്രമാദിത്യ വേദഘടികാരം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഉജ്ജയിനിയിലെ ജന്തർ മന്ദിറിലെ 85 അടി ഉയരമുള്ള ജന്തർ മന്ദിറിലെ 85 ഉയരമുള്ള വിക്രമാദിത്യ വേദഘടികാരം സ്ഥാപിച്ചത്. ഗ്രഹങ്ങളുടെ സ്ഥാനം, വൈദിക പഞ്ചാംഗം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഗ്രീനിച്ച് സമയം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയവ ക്ലോക്ക് പ്രദർശിപ്പിക്കും. അപ്പോൾ എന്താണ്? വേദഘടികാരം സ്ഥാപിതമായത് ലോകത്തിലെ ആദ്യത്തെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉജ്ജയിനി മധ്യപ്രദേശ്. അത് ഉജ്ജയിനിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ജന്തർ മന്ദിറിലാണ്.
ഇതിൻ്റെ പേരെന്താ? വിക്രമാദിത്യ വേദഘടികാരം. എന്തൊക്കെ കാണിക്കും? സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഗ്രീനിച്ച് സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, വൈദിക പഞ്ചാംഗം, ഗ്രഹങ്ങളുടെ സ്ഥാനം എന്നിവ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു തൊഴിൽ വാർത്തയിൽ കറണ്ട് അഫെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കറണ്ട് അഫെയർസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം എന്താ? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളിടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം.